ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അലീന. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട തരത്തിലുള്ള ഒരു സ്റ്റോറി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. കേൾക്കാം. ഇത് നൂർജഹാൻ്റെയും മകൻ നബീലിൻ്റെയും കഥയാണ്. എറണാകുളം ജില്ലയിലെ ആലുവയിലെ പഴക്കമേറിയ അറക്കൽ തറവാട് ഒരു കാലത്ത് ആ പ്രദേശത്തെ അഭിമാനമായിരുന്നു. വലിയ മുറ്റവും ചുവന്ന ഓടിട്ട വീടും പടിപ്പുരയും പൂന്തോട്ടവും ചേർന്ന ആ വീട്ടിൽ ഇപ്പോൾ താമസിക്കുന്നത് അബൂബക്കർ സാഹിബും ഭാര്യ സുഹ്റ ബീവിയും മകൾ നൂർജഹാനും അവളുടെ ഏക മകൻ നബീലുമാണ്. പുറംപണിക്കും മറ്റുമായി ജോലിക്കാരുണ്ട്. വലിയ ധനികനും ബിസിനസ്സുകാരനുമായ അബൂബക്കർ സാഹിബിന് തൻ്റെ ബിസിനസ്സുകളേക്കാൾ പ്രിയപ്പെട്ടത് തൻ്റെ ഏക മകൾ നൂർജഹാനായിരുന്നു. നൂർജഹാൻ സാഹിബിൻ്റെ ഏക മകളായിരുന്നു. സൗന്ദര്യവും വിദ്യാഭ്യാസവും കൊണ്ട് എല്ലാവരുടെയും പ്രിയങ്കരിയായി വളർന്ന അവൾക്ക് ചെറുപ്പം മുതൽ തന്നെ സ്വന്തം സ്വപ്നങ്ങളുണ്ടായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോഴാണ് അവൾ ആബിദിനെ പരിചയപ്പെടുന്നത്. അവനൊരു അനാഥനായിരുന്നു. യതീംഖാനയിൽ വളർന്ന് പഠിത്തത്തിൽ മിടുക്കനായ അവൻ കോളേജ് വരെ എത്തി. അവൻ്റെ സത്യസന്ധതയും പെരുമാറ്റവും നൂർജഹാനെ ആകർഷിച്ചു. നന്നായി ചിത്രം വരയ്ക്കാൻ കഴിവുള്ള ആബിദിൻ്റെ കഴിവിൽ അവൾക്ക് തോന്നിയ ആരാധന പിന്നീട് പ്രണയമായി. ഒടുവിൽ അവരുടെ പ്രണയം വീട്ടിൽ പിടിക്കപ്പെട്ടു. അബൂബക്കർ സാഹിബിന് ആ ബന്ധം ഒട്ടും ഇഷ്ടമായില്ല. തറവാടിൻ്റെ പാരമ്പര്യവും കുടുംബത്തിൻ്റെ സ്ഥാനവും ചൂണ്ടിക്കാട്ടി അദ്ദേഹം എതിർത്തു. പക്ഷേ നൂർജഹാൻ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അവസാനം എല്ലാവരുടെയും എതിർപ്പുകൾ മറികടന്ന് അവളും ആബിദും വിവാഹിതരായി. വിവാഹജീവിതം വളരെ സന്തോഷകരമായിരുന്നു. അവരുടെ ജീവിതത്തിലേക്ക് നബീൽ എന്ന കുഞ്ഞ് വന്നപ്പോൾ ആ സന്തോഷം ഇരട്ടിയായി. നബീലിന് 3 വയസ്സുള്ളപ്പോൾ ആബിദ് ഒരു വാഹനാപകടത്തിൽ മരിച്ചു. ആ വാർത്ത നൂർജഹാൻ്റെ ജീവിതത്തെ പൂർണ്ണമായി തകർത്തു. അന്നു മുതൽ അവളുടെ ജീവിതം മുഴുവൻ നബീലിനെ ചുറ്റിപ്പറ്റിയായിരുന്നു. അവർ താമസിച്ച ആ വാടക വീട്ടിൽ നിന്നും സങ്കടക്കടലിലായ മകളെയും അവളുടെ കുഞ്ഞു മകൻ നബീലിനെയും ആലുവയിലെ സ്വന്തം തണലിലേക്ക് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ സാഹിബ് ഒരു കാര്യം ഉറപ്പിച്ചിരുന്നു: ഇനി തൻ്റെ മകളുടെ കണ്ണ് നിറയരുത്. ഇന്നവന് 20 വയസ്സുണ്ട്. ആലുവയിലെ സ്കൂളിലും കോളേജിലുമായി വളർന്ന നബീൽ തൻ്റെ ഉമ്മ സുഹ്റ ബീവിയുടെയും വല്യപ്പയുടെയും സ്നേഹത്തണലിലാണ് വളർന്നത്. 58ൻ്റെ നിറവിലും വീടിൻ്റെ കാര്യങ്ങൾ കൃത്യമായി നോക്കുന്ന ബീവിയും 70ലും തളരാത്ത ആവേശത്തോടെ ബിസിനസ് നോക്കി നടത്തുന്ന സാഹിബും അവരുടെ ഏക ആശ്രയമായിരുന്നു. ആ വീടിൻ്റെ യഥാർത്ഥ വെളിച്ചം നൂർജഹാനായിരുന്നു. 40 വയസ്സായെന്ന് ആരും പറയില്ല. വെളുത്ത നിറം, ചിരിക്കുമ്പോൾ വിരിയുന്ന വശ്യമായ പുഞ്ചിരി, അരക്കെട്ട് വരെ നീളുന്ന കാർക്കൂന്തൽ. ആബിദിൻ്റെ മരണശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം സാഹിബ് നൂർജഹാനെ വേറെ വിവാഹം കഴിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അതിനവൾ സമ്മതിച്ചില്ല. ഇല്ലുപ്പ, എനിക്കിവിടെ നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ, പിന്നെ എൻ്റെ നബീലും. ഇതിൽ കൂടുതലൊരു സന്തോഷം എനിക്കിനി കിട്ടാനില്ല. മകളുടെ ആ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ സാഹിബ് മൗനം പാലിച്ചു. എങ്കിലും തൻ്റെ കാലശേഷം മകൾ തനിച്ചാകുമോ എന്നൊരു നേർത്ത ഭയം ആ വൃദ്ധൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അദ്ദേഹം തന്നെ കഠിനാധ്വാനം കൊണ്ട് കെട്ടിപ്പടുത്ത ആ സാമ്രാജ്യം മുഴുവൻ അവൾക്ക് വേണ്ടിയുള്ളതാണ്. പക്ഷെ എന്നാലും ചെറിയൊരാശങ്ക തോന്നും. എങ്കിലും നൂർജഹാൻ്റെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ അദ്ദേഹം എല്ലാം മറക്കും. നബീലും നൂർജഹാനും ഉമ്മയും മകനും എന്നതിലുപരി 2 ആറ്റുമിത്രങ്ങളെപ്പോലെയായിരുന്നു. അവളുടെ ലോകം അവനിൽ ഒതുങ്ങി നിന്നു. നബീല് തൻ്റെ പിതാവ് 20 വയസ്സിൽ എങ്ങനെയുണ്ടായിരുന്നോ അതിൻ്റെ തനി പകർപ്പായിരുന്നു. അതേ കണ്ണുകൾ, അതേ പുഞ്ചിരി, അതേ നടപ്പ്, അതുപോലെ സംസാരിക്കുന്ന രീതിയും. നൂർജഹാൻ പലപ്പോഴും അവനെ നോക്കി നിൽക്കാറുണ്ടായിരുന്നു. അവൾക്ക് മകനെ കാണുമ്പോൾ ആബിദിൻ്റെ മുഖം ഓർമ്മ വരും. ചിലപ്പോൾ അവൾ അറിയാതെ കണ്ണീരൊപ്പും. മകളുടെ ഏകാന്തത മാറ്റാൻ തൻ്റെ ബിസിനസ് സ്ഥാപനങ്ങളിലെ ജോലികൾ സാഹിബ് ഏൽപ്പിക്കാറുണ്ട്. അവിടെ അവളുടെ ആത്മമിത്രമായ ചിത്രയുമുണ്ട്. ചിത്ര അവിടെ അക്കൗണ്ടൻ്റാണ്. സ്കൂൾ കാലം മുതൽക്കേ ചിത്രയും നൂർജഹാനും കൂട്ടുകാരികളാണ്.
വൈകുന്നേരം നബീൽ കോളേജിൽ നിന്ന് വീട്ടിലെത്തിയ സമയം. പുറത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ആകാശത്തിടയ്ക്കിടെ മിന്നൽ തെളിയുന്നുമുണ്ടായിരുന്നു. അടുക്കളയിൽ നിൽക്കുകയായിരുന്ന നൂർജഹാൻ ചായ തിളപ്പിക്കുകയായിരുന്നു. നൂറ മോളെ, ഒരു ചായ ഇങ്ങോട്ട് കിട്ടുമോ? ഹാളിൽ നിന്ന് നബീലിൻ്റെ ശബ്ദം കേട്ടു. കയ്യിലിരുന്ന സ്പൂൺ ഒരു നിമിഷം നിശ്ചലമായി. നൂറ മോളെ. ആ 2 വാക്കുകൾ മാത്രം മതി നൂർജഹാൻ്റെ മനസ്സ് വർഷങ്ങൾ പിന്നിലേക്ക് സഞ്ചരിക്കാൻ. ആബിദ് അവളെ വിളിക്കുന്നത് നൂറമോളെ എന്നായിരുന്നു. സ്നേഹത്തോടെയും കുസൃതിയോടെയുമുള്ള വിളി. വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ ദിവസത്തിൽ 10 തവണയെങ്കിലും ആ വിളി കേൾക്കുമായിരുന്നു. ആബിദ് മരിച്ചതിന് ശേഷം ആ വാക്കുകൾ ലോകത്ത് നിന്ന് തന്നെ അപ്രത്യക്ഷമായ പോലെ തോന്നിയിരുന്നു. പക്ഷേ ഇപ്പോൾ അതേ സ്വരം അല്ലെങ്കിലും അതേ മുഖവുമായി നിൽക്കുന്ന മകൻ അതേ വാക്കുകൾ പറയുകയാണ്. നൂറമോളെ, കേൾക്കുന്നില്ലേ? നബീലിൻ്റെ ശബ്ദം വീണ്ടും കേട്ടപ്പോൾ അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. എന്താടാ? ഞാൻ 1/2 മണിക്കൂറായി ചായ ചോദിക്കുന്നു. നിന്നെ ഞാൻ ഇപ്പോൾ ശരിയാക്കും. അവൾ മുഖം കനപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഉള്ളിലൊരു വിചിത്രമായ വികാരം അലഞ്ഞു നടക്കുകയായിരുന്നു. അന്ന് രാത്രി നൂർജഹാൻ ഉറങ്ങാൻ കിടന്നപ്പോൾ പഴയ ഓർമ്മകൾ ഓരോന്നായി മനസ്സിലേക്ക് വന്നു. വിവാഹ ദിവസം, ആദ്യ യാത്ര, മഴയുള്ള വൈകുന്നേരങ്ങൾ. എല്ലാ ഓർമ്മകളിലും ആബിദിൻ്റെ ആ വിളിയുണ്ടായിരുന്നു. നൂറമോളെ. അവൾ അറിയാതെ കണ്ണുകൾ അടച്ചു. കാലം എത്ര മുന്നോട്ട് പോയാലും ചില വാക്കുകൾക്ക് പ്രായമാകില്ലെന്ന് അവൾക്ക് തോന്നി. പെട്ടെന്നൊരിടിമിന്നൽ. പണ്ടൊക്കെ അവൾക്ക് ഇടിമിന്നൽ ഭയമായിരുന്നു. ആ സമയം അവൾ പുതപ്പിനുള്ളിലേക്ക് നൂണ്ടു കയറും. ആബിദിൻ്റെ കരവലയത്തിൽ ഒതുങ്ങുമ്പോൾ ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ പെണ്ണ് താനാണെന്ന തോന്നൽ അവൾക്കുണ്ടാകും. ആ സമയം ആബിദ് അവളുടെ മുടിയിൽ തലോടി നെറുകയിൽ ഒരു മുത്തം നൽകി ചോദിക്കും, പേടിച്ചോ നൂറമോളെ? എന്ന് ചിണുങ്ങിക്കൊണ്ട് അവൻ്റെ മാറിൽ തലചേർത്തുറങ്ങും അവൾ. ഓർമ്മകൾ അവളിൽ നേരിയ അസ്വസ്ഥത സൃഷ്ടിച്ചു. എപ്പോഴോ പാതി മയക്കത്തിലേക്ക് അവൾ പോയി. സമയം പാതിരാത്രിയോടടുത്തു. 1 മണിയായി കാണും. ലോകം തന്നെ തകരുന്നുവോ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഭയാനകമായ ഒരു ഇടിവെട്ടുണ്ടായി. ഭൂമി ഒന്ന് കുലുങ്ങിയോ? അവൾ ഞെട്ടിയുണർന്നു. പുറത്ത് മിന്നൽ പിണരുകൾ ആകാശത്തെ കീറി മുറിക്കുന്നുണ്ടായിരുന്നു. റൂമിൽ കയറി കിടക്കാൻ നോക്കിയെങ്കിലും അവളുടെ മനസ്സ് അസ്വസ്ഥമായി. മിന്നൽ വെളിച്ചം ജനാലയിലൂടെ പകൽ പോലെ മുറിയിൽ അടിച്ചു കയറുന്നു. ഭയം അവളുടെ ഉള്ളിൽ ഒരു നിഴലായി പടർന്നു. ഒടുവിൽ സഹിക്കാനാവാതെ അവൾ എഴുന്നേറ്റ് നബീലിൻ്റെ മുറിയിലേക്ക് ചെന്നു. അവൾ വാതിലിൽ മുട്ടി. ഡാ. കുറച്ചു കഴിഞ്ഞ് ഉറക്കം തൂങ്ങിയ കണ്ണുകളുമായിട്ട് നബീൽ വാതിൽ തുറന്നു. എന്താ ഉമ്മ? നീ എന്തുറക്കവാടാ? നീ ഇതൊന്നും അറിയുന്നില്ലേ? അവൾ ശ്വാസം വിട്ട് ചോദിച്ചു. എന്ത്? ഈ ഇടിയും മിന്നലും. എനിക്ക് പേടിയാകുന്നു. എനിക്ക് ഉറക്കം വരുന്നില്ല. നീ എൻ്റെ കൂടെ കിടക്കടാ. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അവൾ പറഞ്ഞു. അവനൊന്ന് ചിരിച്ചു. എന്താണ് ഉമ്മ ഇത്? ഇതിനൊക്കെ ഇങ്ങനെ പേടിച്ചാലോ? വാടാ, ഉമ്മാക്ക് പേടിയായിട്ടല്ലേ? അവളുടെ നിർബന്ധത്തിന് മുന്നിൽ അവൻ വഴങ്ങി. അവൻ തൻ്റെ പുതപ്പും തലേണയും എടുത്ത് അവളുടെ മുറിയിലേക്ക് നടന്നു. കരണ്ട് പോയിട്ട് നേരത്തെയായിരുന്നു. മിന്നൽ വെളിച്ചം മാത്രം മുറിയിൽ പ്രകാശം പരത്തിക്കൊണ്ടിരുന്നു. കിടക്കയിൽ പുതപ്പ് ശരിയാക്കി കിടക്കുന്നതിനിടയിൽ നൂർജഹാൻ പറഞ്ഞു, നിനക്ക് എൻ്റെ കൂടെ എപ്പോഴും കിടന്നാൽ പോരെ? പോ ഉമ്മ. ഉമ്മ തനിച്ച് കിടന്നാൽ മതി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അപ്പുറത്ത് തന്നെ ഉണ്ടല്ലോ. അവൻ നിഷ്കളങ്കമായി മറുപടി നൽകി. നബീലിൻ്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ നൂർജഹാൻ്റെ മനസ്സൊന്ന് വിങ്ങി. കാലം എത്രയോ കഴിഞ്ഞിരിക്കുന്നു അവൾ തൻ്റെ ഏകാന്തതയുമായി പൊരുത്തപ്പെടാൻ തുടങ്ങിയിട്ട്. എങ്കിലും അരികിൽ തൻ്റെ മകനുണ്ടെന്ന തോന്നൽ അവൾക്ക് വലിയൊരാശ്വാസം നൽകി. ആ തണലിൽ, മഴയുടെ താളത്തിൽ അവൾ വേഗ ഉറക്കത്തിലേക്ക് വഴുതി വീണു. സമയം പുലർച്ചെ 2:30 പെട്ടെന്നാണ് ആ മുറിയിലെ ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് അതിശക്തമായൊരിടിയും മിന്നൽ പിണർപ്പും ഉണ്ടായത്. നൂർജഹാൻ എന്തോ ഉപബോധ മനസ്സിലോ അർദ്ധമയക്കത്തിലോ പുതപ്പിനുള്ളിലേക്ക് ചുരുണ്ട് കയറി. തൊട്ടടുത്ത് കിടന്ന നബീലിൻ്റെ മാറിലേക്ക് തല ചായ്ച്ചു. അവനെ കെട്ടിപ്പിടിച്ചു.
നബീൽ ഉറക്കമുണർന്നു. ഉമ്മ കിടിമിന്നൽ പേടിയാണെന്ന് അവന് മനസ്സിലായി. അവൻ തൻ്റെ കരവലയത്തിൽ അവളെ ഒതുക്കി മുടിയിൽ തലോടി. എന്താ നൂറമോളെ, പേടിച്ചു പോയോ? അർദ്ധമയക്കത്തിൽ ഇത് കേട്ട നൂർജഹാൻ പഴയ ഓർമ്മയിൽ എന്ന പോലെ നബീലിനെ കെട്ടിപ്പിടിച്ചു കിടന്നു. അവനും നൂർജഹാനെ കെട്ടിപ്പിടിച്ചു. ആ തണുപ്പിൽ നൂർജഹാൻ്റെ കെട്ടിപ്പിടുത്തത്തിൽ നിന്ന് കിട്ടിയ ആ ചൂട് അവന് രസകരമായി തോന്നി. പതിയെ പതിയെ നൂർജഹാൻ പൂർണ്ണമായും ഉറക്കത്തിലേക്ക് വഴുതി വീണു. നബീൽ ഉറങ്ങിയിരുന്നില്ല. പെട്ടെന്നാണ് ആ മുറിയിൽ ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് അതിശക്തമായ ഒരു മിന്നൽ പിണറുണ്ടായത്. വെറും സെക്കൻഡുകൾ മാത്രം നീണ്ടുനിന്ന ആ പ്രകാശത്തിൽ അവൻ കണ്ട കാഴ്ച അവൻ്റെ ശരീരത്തിലൂടെ ഒരു മിന്നൽ കടന്നുപോയ പ്രതീതി ഉണ്ടാക്കി. നൂർജഹാൻ മലർന്നു കിടന്നാണ് ഉറങ്ങുന്നത്. അവരുടെ നൈറ്റിയുടെ സിബ് പാതി തുറന്ന നിലയിലായിരുന്നു. മിന്നൽ വെളിച്ചത്തിൽ ചിലതൊക്കെ കാണാമായിരുന്നു. അതൊരു നിമിഷത്തെ കാഴ്ച മാത്രമായിരുന്നുവെങ്കിലും നബീലിൻ്റെ മനസ്സിൽ അത് ആഴത്തിൽ പതിഞ്ഞുപോയി. തൻ്റെ ഉമ്മയെ ഒരു സ്ത്രീ എന്ന നിലയിൽ അവൻ ഇതുവരെ നോക്കിക്കണ്ടിരുന്നില്ല. എന്നാൽ ആ നിമിഷം അവൻ്റെ ചിന്തകൾ തകിടം മറിഞ്ഞു. മനസ്സ് സ്തംഭിച്ചു പോയെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഇതുവരെ അറിയാത്തൊരു വികാരം ഉണരുന്നത് അവൻ അറിഞ്ഞു. സ്വന്തം ഉമ്മയുമായി എത്രയോ തവണ തമാശകൾ പറഞ്ഞും കെട്ടിപ്പിടിച്ചും ഇരുന്നിട്ടുണ്ടെങ്കിലും അന്നൊന്നും തോന്നാത്ത ഒരു പ്രത്യേക അനുഭൂതിയും ജിജ്ഞാസയും അവനെ പൊതിഞ്ഞു. സുന്ദരിയായ തൻ്റെ ഉമ്മയുടെ ശാരീരിക വശ്യത ആദ്യമായി തിരിച്ചറിഞ്ഞ ആവേശം അവൻ്റെ രക്തത്തിൽ പടർന്നു. ആ കാഴ്ച ഒന്നുകൂടി കാണാൻ അവൻ്റെ മനസ്സ് വെമ്പൽ കൊണ്ടു. പക്ഷെ പിന്നീട് മിന്നലുകളൊന്നും ഉണ്ടായില്ല. മഴയും ഏകദേശം നിലച്ചു. നിരാശയോടെ അവൻ കിടന്നുറങ്ങി. സമയം 9 മണിയോടടുക്കുന്നു. അബൂബക്കർ സാഹിബ് രാവിലെ തന്നെ തൻ്റെ പതിവ് കാപ്പികുടി കഴിഞ്ഞ് കച്ചവടം കാര്യങ്ങൾ നോക്കാൻ ഇറങ്ങി തിരിച്ചു. അടുക്കളയിൽ നൂർജഹാൻ രാവിലത്തെ ജോലികളിൽ മുഴുകിയിരിക്കുകയാണ്. ഉറക്കം എണീറ്റ് വന്ന നബീൽ അടുക്കളയിൽ പണിയിൽ മുഴുകി നിന്ന ഉമ്മയെ നോക്കി നിന്നു. തലേ രാത്രിയിലെ ചിന്ത അവനിലേക്ക് വന്നു. അവൻ നൂർജഹാനെ അടിമുടി ഒന്ന് നോക്കി. തൻ്റെ ഉമ്മ എത്രത്തോളം സുന്ദരിയാണെന്ന് നബീൽ അന്നാണ് ശരിക്കും തിരിച്ചറിഞ്ഞത്. നീളം മുടിയും വെളുത്ത നിറവും വടിവത്ത ശരീരവുമുള്ള നൂർജഹാൻ ഏത് പുരുഷനെയും ആകർഷിക്കുന്ന രൂപഭംഗിയുള്ളവളായിരുന്നു. ഒതുങ്ങിയ വയറും വിരിഞ്ഞ പിന്നഴകും കിതാബുകളിൽ പറഞ്ഞു കേൾക്കാറുള്ള ഹൂറുൽ ഈനുകളിൽ ഒരാളാണ് തൻ്റെ ഉമ്മ എന്നവന് തോന്നിപ്പോയി. കിനാവ് കണ്ട് നിൽക്കാതെ ക്ലാസ്സിൽ പോടാ ചെക്ക, അവൾ അവനോട് പറഞ്ഞു. ക്ലാസ്സിലിരുന്നപ്പോഴൊക്കെ അവന് പലവക ചിന്തകളായിരുന്നു. ഇത്രയേ സുന്ദരിയായ ഉമ്മ എന്തേ ഉപ്പ മരിച്ചിട്ട് വീണ്ടും നിക്കാഹ് കഴിച്ചില്ല? ഉമ്മാക്കും കാണില്ലേ ഒരുപാട് ആഗ്രഹങ്ങൾ? ഒരു പെണ്ണിനുണ്ടാകുന്ന ഫീലിങ്സൊക്കെ ഉമ്മ എങ്ങനെ അടക്കുന്നു? താനും ഉപ്പൂപ്പയും ഉമ്മുമ്മയും മാത്രം അടങ്ങുന്ന കൊച്ചു ലോകമാണ് ഉമ്മയുടേത്. ആ ലോകത്തിലേക്ക് ഇനി വേറൊരാൾ കടന്നു വരേണ്ടെന്ന് കരുതിയാവുമോ? അപ്പോഴാണ് അഫ്സൽ അവൻ്റെ ശ്രദ്ധ മാറ്റിയത്. ഒരു പേനയുണ്ടോടാ നബീലെ തരാൻ? ക്ലാസ്സിലെ ചങ്കായ അഫ്സലിൻ്റെ കാര്യം അവൻ ഓർത്തു. ഈ യുഗത്തിലും അവന് വീഡിയോ കാണുന്നതിനേക്കാളും ഇഷ്ടം കൊച്ചു പുസ്തകം വായിക്കുന്നതാണ്. അതിൻ്റെ ഒരു വൈബ് വേറെ തന്നെയാണെന്ന് അവൻ പറയാറുണ്ട്. ആൻറ്റിമാരെയാണ് അവന് ഏറ്റവും ഇഷ്ടം. അവൻ വായിക്കുന്നത് മുഴുവൻ അത്തരത്തിലുള്ള കഥകളും. അവൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പുസ്തകം വാങ്ങി ബാഗിൽ വെച്ച് നബീൽ വീട്ടിലേക്ക് പോയി. കഥകൾ വായിക്കുമ്പോഴൊക്കെ അവൻ്റെ മനസ്സിലേക്ക് നൂറയുടെ മുഖവും ഓടിയെത്തി. ഷേ, എന്താ ഇങ്ങനെ? അവൻ്റെ മനസ്സ് കൂടുതൽ അസ്വസ്ഥമായി കൊണ്ടിരുന്നു. അന്ന് രാത്രി അവൻ ഉമ്മയുടെ മുറിയിലേക്ക് ചെന്നു. എന്തേ? ഞാൻ തനിയെ കിടക്കാനല്ലേ നീ ഇന്നലെ പറഞ്ഞത്? എന്നിട്ടും ഞാൻ കൂട്ട് കിടന്നില്ലേ ഉമ്മ? അവൻ കുസൃതി ചിരിയോടെ പറഞ്ഞു. നൂറമ്മോൾ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ എങ്ങനെയാ പറ്റില്ലെന്ന് പറയുന്നേ? ഇന്നു മുതൽ ഞാൻ കൂട്ട് കിടന്നോളാം. ഓ സന്തോഷം എന്ന് പറഞ്ഞ് നൂർജഹാൻ അവൻ്റെ മൂക്കിലൊരു പിടുത്തം.
നൂറമോൾ എന്ന് കേൾക്കുമ്പോഴൊക്കെ ആബിദാണ് മനസ്സിൽ വരുന്നത്. ഇവനാണെങ്കിൽ ആബിദിൻ്റെ തനി പകർപ്പ്. അന്ന് രാത്രിയും ശക്തമായ മഴയുണ്ടായിരുന്നു. അവൻ പുതപ്പുമെടുത്ത് നൂറയുടെ അടുത്തേക്ക് ചെന്നു. ഈ തണുപ്പിക്ക് നൂറമോളെയും കെട്ടിപ്പിടിച്ച് കിടക്കാൻ തന്നെ നല്ല രസമാണ്. അയ്യടാ, അവളൊരു ചിരി പാസാക്കി. നൂർജഹാൻ വളരെ വേഗം ഉറക്കത്തിലേക്ക് മയങ്ങി വീണിരുന്നു. അവനൊട്ടും ഉറക്കം വന്നില്ല. പുറത്ത് മഴയുടെ ശബ്ദമല്ലാതെ മറ്റൊന്നും കേൾക്കാനില്ല. നൂർജഹാൻ വശത്തേക്ക് തിരിഞ്ഞു കിടന്ന് സുഖമായ ഉറക്കത്തിലാണ്. ഇടയ്ക്കിടെ അവർ ശ്വാസം എടുക്കുമ്പോൾ ഉണ്ടാകുന്ന നേരിയ ശബ്ദം ആ നിശബ്ദതയിൽ അവൻ വ്യക്തമായി കേൾക്കുന്നുണ്ടായിരുന്നു. ഇരുട്ട് പരന്ന മുറിയിൽ ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ടുള്ള മിന്നൽ പിണറുകൾക്കായി അവൻ കാത്തിരുന്നു. നൂർജഹാനെ സൈഡിൽ നിന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ കിടന്നു. അപ്പം നമ്മുടെ ഈ സ്റ്റോറിയുടെ ബാക്കി ഞാൻ നമ്മുടെ ടെലഗ്രാമിൽ ഒരു പോൾ ഇട്ടിരുന്നു. അപ്പോൾ അത് പ്രകാരം ഒരു സിംഗിൾ സ്റ്റോറി ചാനൽ താല്പര്യമുള്ള കുറേ പേരുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ ബാക്കി ഞാൻ ആ ഒരു ഒറ്റ സ്റ്റോറി ചാനലിലാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് മെസ്സേജ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ കൊടുത്തേക്കാം. അപ്പോൾ അതുവഴി എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് താല്പര്യമുള്ളവർ ജോയിൻ ചെയ്ത് ഇതിൻ്റെ ബാക്കി കേൾക്കണം. അപ്പോൾ നമുക്ക് വേഗം കാണാം. വിത്ത് ലവ്, അലീന.